ഹലോ ഗൈസ്, ഇന്നൊരു നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പൈസ കിട്ടി. നമ്മൾ കുറച്ച് ഒരാൾ നമ്മളെ പറ്റിച്ചു. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിക്കലാണ് നമ്മളിപ്പോൾ ജോലി. പക്ഷെ എനിക്കൊരു വണ്ടി ഉണ്ട്, അത് ഒരു ആക്രി സ്ഥലത്ത് നിന്ന് കിട്ടിയാണ്. പിന്നെ ഇന്ന് നമുക്ക് ഒരു 2 പേരെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ നമ്മളെ ഷിൻചാനും ഡോറാമാനെയും പിക്ക് ചെയ്യാൻ പോവാം. ഒരു എയർപോർട്ടിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. ഫ്രാങ്ക്ലിൻ അങ്കിൾ ഓരെ കൊണ്ടുപോയിരുന്നു നേരെ ഓരോ വീട്ടിലേക്ക്. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ഷിൻജാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡോറാമായ്ക്കും വരണം എന്നൊരാഗ്രഹം. അപ്പോൾ ഡോറാമോനെ വരാൻ തോന്നി. അപ്പോൾ ഡോറാമോനും പിന്നെ ഷിൻജാനും ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരിപ്പോൾ ഫ്ലൈറ്റിലാണ്. അപ്പോൾ നമുക്ക് 2 ഓട്ടം പിടിച്ചുകൊണ്ട് നേരെ ഫ്ലൈറ്റ് എടുക്കാൻ പോകട്ടെ ഗൈസ്. വണ്ടി ഇപ്പം മാറിയാരെ ഫ്ലൈറ്റ് എടുക്കാനല്ല, ഓരെ പിക്ക് ചെയ്യാൻ പോവാം. നമുക്കൊരു പഴയ വണ്ടി ഉണ്ട്, ആക്രിയാണ്. പക്ഷെ സ്പീഡൊക്കെ പറ്റില്ല. സച്ചേക്ക് ഓട്ടം പോണം. എന്നാൽ കയറിക്കോളി, നമുക്ക് നേരെ അങ്ങോട്ട് നിങ്ങൾ പറഞ്ഞെടുത്ത് പോവാം. ഓക്കെ ഗൈസ്, വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടാ പോകാനുള്ളത്? പിന്നെന്താ, ഇത് ഞാൻ ഓട്ടോറിക്ഷക്കാരനാ. ഒരു വല്ലാത്ത ഡിയപ്പി. ഞാൻ പിന്നെ ഈ ഓട്ടോറിക്ഷയായിട്ട് നടക്കണ വെറുതെ നിങ്ങളെ കാണിക്കാനാ. അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പം എല്ലാവരും ചോദിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ നേരെ വണ്ടി ഇടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല ആക്സിഡൻ്റ് ഒക്കെ നടക്കുന്ന ടൈമാണ്. ഇപ്പോൾ മഴയൊക്കെ സീസൺ. അപ്പോൾ നമ്മളിവിടെ എത്തിക്കണം, ഇവിടെ ഇറക്കിക്കണേ. ചേച്ചി പൈസ നിങ്ങളൊക്കെ പോയിക്കോ, എനിക്കിവിടെ വേറെ വണ്ടി. ഓക്കെ കഴിച്ച് നമ്മൾ ഫസ്റ്റത്തെ ടാർഗറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ പിക്ക് ചെയ്യണം. അവരിപ്പോൾ നമ്മളെ വണ്ടി ബുക്ക് ചെയ്തു. നമുക്ക് നേരെ നമ്മളെ സ്ഥലത്തേക്ക് വിടാം കേട്ടോ. അപ്പോൾ ഇപ്പം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി നോക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ വണ്ടി വിടുന്നുണ്ട്. അപ്പോൾ ഈ ടൊയോട്ട ഇവിടുത്തെ കുറച്ച് അങ്ങോട്ട് പോകണം, പക്ഷേ ടൈമില്ല കേട്ടോ ഗൈസ്. കുറച്ചങ്ങോട്ട് പോകണം. ഇത് ഈ കാക്കിയാണ് കേട്ടോ. ഇവിടെ കയറണം. ഓക്കെ, കാക്ക കയറണുണ്ടോ? നമുക്ക് നേരെ വണ്ടി വിടാം ഗൈസ്. നമ്മൾ ഇപ്പോൾ ഈ വണ്ടി മറിയത്. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ വണ്ടി വിടുക. ഓരോ ഇറങ്ങേണ്ടി അവിടെ കുറച്ചങ്ങോട്ട് നമ്മൾ വീടിൻ്റെ അടുത്താണ്. കാക്ക നിങ്ങൾ എവിടെയാണ് ഇറങ്ങണത്? ഞാനിവിടെ ഈ സൈഡിൽ മറ്റേ ഒരു വീടിന്റെ സൈഡിലാണ് ഇറക്കിയാൽ മതി മോനെ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ ഇറങ്ങാം. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ ഇറക്കാനായിക്കണേ. ഓക്കെ, അയാൾ ഇറക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഓട്ടോറിക്ഷ നേരെ നമ്മളെ വീട്ടിൽ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ വണ്ടി ഇടാം. ഇവരിപ്പോൾ ഇവിടെ സൈഡിൽ ഇറങ്ങിയിരിക്കണേ. ഓക്കെ, നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നേരെ പോവാം. ഇവിടെ ഇറങ്ങിയാണ്ട് ഒരു പൈസ ഒക്കെ തന്ന് കുഴപ്പമൊന്നുമില്ല. വണ്ടി പറയാൻ എനിക്ക് അങ്ങനത്തെ ഒരു വണ്ടി എടുക്കണം കേട്ടോ, റെഡ് കളറുള്ള വണ്ടി. ഓക്കെ, നമുക്ക് നേരെ വിടാം. കുറച്ച് പൈസ ഉണ്ടാക്കണമെന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നമ്മളെ സ്ഥലത്ത് എത്തിക്കണേ. ഇനി നമുക്ക് നമ്മളെ ഷാജിപ്പാപ്പൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. ഷാജിപ്പാപ്പൻ എനിക്ക് ഒരു വണ്ടി തന്നിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കളറൊക്കെ കളർ മാറ്റി, കുറച്ച് വേറെ പെയിൻ്റൊക്കെ അടിച്ച് നോക്കി നമ്മളെ വണ്ടി. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. നമ്മളൊക്കെ എവിടെയെങ്കിലും മുക്കിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ട് പോലെ വണ്ടി വെക്കട്ട് തട്ടി അത് കുഴപ്പമില്ല. നമുക്ക് നേരെ വണ്ടി എടുത്തില്ല. മറ്റേ ഈ വണ്ടി റിപ്പയറിന് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കളർ അടിക്കുക. അതിന് പുതിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ വണ്ടി എടുക്കട്ടെ. കാണാൻ പറ്റില്ല നമ്മൾ വണ്ടി പുറത്തിറങ്ങണം. നല്ല അടിപൊളി വണ്ടിയാണ്. ഇനി നമുക്ക് നേരെ വണ്ടി ഓടിക്കാം. അവിടെ എയർപോർട്ടിലാണ് നമുക്ക് പോകേണ്ടത്. നമ്മളെ വണ്ടിയിൽ നല്ല കപ്പാസിറ്റി ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അത് ബാക്ക് വീൽ ഡ്രൈവാണ്. നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിക്കാം. അത് റേസിങ്ങിന് എടുത്താണ് ഷാജിപ്പാപ്പ. പക്ഷെ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളൂ.
റേസിംഗ് ടയർ മാറ്റാൻ മറന്നുപോയി അതുകൊണ്ട്. പിന്നെ ഈ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്താറായിരിക്കുന്നത് ആ എയർപോർട്ട് അവിടെ ഉണ്ട്. ഓ വണ്ടി ഒന്ന് ചെറുതായിട്ട് സ്ക്രാച്ചായി. ഓക്കെ നമ്മളിവിടെ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ഉള്ളിൽ കയറി നമുക്ക് ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യാം ബാഗ് എടുത്തിട്ട്. അപ്പോൾ ഷിൻജാനും ഡോറേമാനും എൻ്റെ ബാഗ് ഷിൻജാനും ഡോറേമാനും ആണ് ഇന്ന് വരുന്നത്. ഫ്രാങ്ക്ലിന് പറഞ്ഞിരുന്നു. അതവർ രണ്ടാളും അവിടെ എത്തിക്കണ ഫ്ലൈറ്റ് ഇറങ്ങി. എങ്ങനെയുണ്ട് ഷിൻജാനെ ഡോറാമാനെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഫ്രാങ്ക്ലിൻ കാക്കാൻ്റെ അപ്പം ഇരുന്നിട്ട് ഷെറ്റായിരുന്നു. അപ്പോൾ നമുക്ക് പോയാലോ? എനിക്ക് പിന്നെ അവിടെ തന്നെ ആണല്ലോ എൻ്റെ വീട്. എനിക്കൊരു പൂതി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വന്ന. ഇവിടെ നല്ല രസമുണ്ട്. ഇതേതാ ഷാജിപ്പാപ്പൻ്റെ വണ്ടിയല്ലേ? നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് വിടാം. ആടെ നമ്മക്ക് പിന്നെ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. ഷിൻജാന് പിന്നെ അവിടെ മൊത്തം അടിച്ചു പൊളിച്ചില്ലേ. ഡോറേമോന് ഫ്രണ്ടും കിട്ടിയില്ലേ. അപ്പം ഡോറേമോന് അവിടെ എങ്ങനെയാണ് സ്ഥലം? സൂപ്പറല്ലേ? അതെ ദിനേശൻ അങ്കിളെ, അവിടെ നല്ല അടിപൊളി സിറ്റിയാണ്. അവിടെ വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. അവിടുത്തെ ഒരു ബിൽഡിങ്ങിന്റെ പേരാണ് മേഴ്സി ബാങ്ക്. എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ട്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും സമ്മതിക്കണില്ല. അതുകൊണ്ടാണ് എനിക്ക് ഉള്ളിക്ക് കയറണം പൂതിയുണ്ട്. ഫാമിലി കാക്കക്ക് പിന്നെ അങ്ങനെ പൈസ ഇല്ല. അതുകൊണ്ടാണ് ദിനേശ കാക്ക. അത് കുഴപ്പമില്ല, അമ്മക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. നമ്മളും വലിയ പാവപ്പെട്ടവൻ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല, അമ്മക്ക് ഇവിടെ ഫുൾ സെറ്റപ്പാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു വീടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ സ്വിമ്മിങ് പൂളിൽ വെള്ളം അങ്ങനെ കുറവാണ്. പക്ഷെ ഫ്രാങ്ക്ലിൻ കാക്ക കുറച്ചും കൂടി പൈസ ഉള്ളവനാണ്. ദിനേശ കാക്ക അതിനേക്കാളും പുറാണ്. പക്ഷെ നിങ്ങളൊക്കെ എല്ലായിടത്തും കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട്, വലിയൊരു വണ്ടി. അപ്പം നമുക്ക് എല്ലാവരുടെ അടുത്തേക്കും കൊണ്ടുപോകാം. ഞാൻ നിങ്ങളെ രണ്ടാളെയും വാ, നമുക്ക് ഇന്ന് നമ്മളെ റൂം കണ്ടിട്ട് വരാം. എൻ്റെ റൂം അടിപൊളി റൂം. ഞാൻ എങ്ങനെയൊക്കെ അവിടെ സെറ്റപ്പ് ആക്കിക്കണ്. ചെറിയ ചെറിയ സെറ്റപ്പാണ്, പക്ഷേ കുഴപ്പമില്ലാത്ത സെറ്റപ്പ്. നമുക്ക് ഈ പൂളിൽ കുറച്ച് വെള്ളം നിറക്കണമെന്നുണ്ട്. പക്ഷേ വെള്ളം നിറക്കാൻ പറ്റണില്ല. പിന്നെ നമുക്കൊരു വീടും വണ്ടിയും വാങ്ങണം. പക്ഷെ അവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കേടാണെന്നാണ് പറഞ്ഞത്. അത് കുഴപ്പമില്ല, എത്ര വെള്ളം നിറച്ചാലും ആ വെള്ളം പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് നല്ല ഒരു വീട് എടുക്കണം. പിന്നെ ഒരു വണ്ടിയും, എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു വണ്ടി എടുക്കണം. നല്ല അടിപൊളി ഒരു വീടും എടുക്കണം. അത് നമ്മളെ മൈക്കിൾ തരാൻ പറഞ്ഞിങ്ങനെ. അപ്പോൾ നമുക്ക് പറ്റുമോ എങ്കിൽ നമുക്ക് വാങ്ങാം. ഞാൻ ഇപ്പോൾ ഒന്ന് മയങ്ങട്ടെ കേട്ടോ. നിങ്ങൾ രണ്ടാളും ഇവിടെയൊക്കെ കണ്ടുതരി. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റണില്ലേ? ഇല്ല ഫ്രാങ്ക്ലിൻ കാക്ക, എനിക്ക് ഇവിടെ പരിചയമൊന്നുമില്ലല്ലോ. എനിക്ക് നാണം വന്നു ദിനേശൻ കാക്ക. ഓക്കെ കുഴപ്പമില്ല, നമുക്ക് നിങ്ങളിവിടെ ഒന്ന് കണ്ടുതരി. അപ്പോഴത്തേന് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങട്ടെ കേട്ടോ. പിന്നെ എനിക്കൊരു കുറച്ച് ഓട്ടം പോകണല്ലോ. ഓക്കെ നമ്മൾ എണീച്ചാണ്. എന്നാൽ നിങ്ങൾ ഇവിടെയൊക്കെ കണ്ടു. എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ എൻ്റെ വീട്? അതെ ഫ്രാങ്ക്ലിൻ കാക്ക, എല്ലാ സ്ഥലത്തും സൂപ്പറായിരുന്നു. എനിക്ക് പിന്നെ ഷിൻജാന് പറഞ്ഞ കൂട്ടുകാരനും ഉണ്ടായതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും കാണാൻ പറ്റി. ഓനിക്ക് ഇവിടെ അല്ലെങ്കിലും അറിയാമല്ലോ, അതുകൊണ്ടാ. എന്നാൽ ഞാനൊന്ന് മറ്റേ 10 പേരല്ലേ, കുറച്ച് ആൾക്കാരെ പിക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് വരട്ടാ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. ഞാൻ വണ്ടി എടുക്കട്ടെ. ഓക്കെ നമ്മളിവിടെ എത്തിക്കണേ. നമ്മളെ വണ്ടി ഇവിടെ ഒന്ന് ചെറുതായിട്ട് പാർക്ക് ചെയ്യുക. ഇന്ന് നല്ല അടിപൊളി കച്ചവടമായിരുന്നു. എനിക്ക് എല്ലാ സ്ഥലവും കാണാനും പറ്റി. പിന്നെ പൈസ നല്ല കിട്ടുകയും ചെയ്ത്. എനിക്ക് 50,000-ൻ്റെ മുകളിൽ കിട്ടി. ഒരു മനുഷ്യൻ വന്നുകൊണ്ട്
ഒരു നല്ല പൈസക്കാരൻ. ഓര് വന്നപ്പോൾ പിന്നെ എനിക്ക് മൊത്തം ഊർജ്ജമായി. ഓരോ മറ്റേ ബംഗ്ലാവിൽ പിക്ക് ചെയ്ത് ഇട്ടപ്പോൾ പിക്ക് ചെയ്ത് കൊണ്ടേ ഇറക്കിയപ്പോത്തിന് ഓരോ ക്രെഡിറ്റ് കാർഡ് തന്നെ എനിക്ക് തന്നു. അപ്പം ഞാൻ പിന്നെ കുറച്ച് ഒരു വീടും കാറും വാങ്ങാൻ വിചാരിച്ചു. അതുകൊണ്ട് നമുക്ക് ഷിൻചാനെയും പിന്നെ ഡോറേമോനെയും അറിയിക്കാം. എടാ ഞമ്മക്ക് നല്ല പൈസ കിട്ടിയടാ, 50,000 മുകളിൽ കിട്ടി. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? നമ്മളെ ഒരു വണ്ടി എടുത്താണ്ട് പോവാ. നമുക്ക് മറ്റേ മൈക്കിളിൻ്റെ വീടില്ലേ, അവിടേക്കൊന്ന് പോയിട്ട് വരാം. നിങ്ങൾ മൊത്തം ഹാപ്പി അല്ലേ മച്ചന്മാരെ? സെറ്റ്. എനിക്ക് എന്താണ് അൾട്രാ ലക്ക്. പിന്നെ കുറേ ആൾക്കാരപ്പോൾ ഓടിയിട്ടും അതിനേക്കാളും പൈസ കിട്ടിയായി. അതാണ് 50,000 മുകളിൽ കിട്ടുന്ന പൈസ. എന്താ ലക്ക്. അൽഹംദുലില്ലാ. നിങ്ങൾ രണ്ടാളും ഹാപ്പി അല്ലേ? അതെ ദിനേശൻ കാക്ക. വണ്ടി ഒന്ന് ചെറുതായിട്ട് ആക്സിഡൻ്റ് ആയി. അത് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാണ്. ഈ എളുന്നല്ലേ. നമ്മളിപ്പോൾ വീട്ടിലേക്ക് എത്തി, കുറച്ച് നേരം എടുത്തിട്ടോ. അതുകൊണ്ട് നമ്മളൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത്. അപ്പോൾ ഷിൻചാനെ നമ്മളെ വീട് എങ്ങനെ ഉണ്ടോ? അടിപൊളിയല്ലേ? പക്ഷെ സ്വിമ്മിങ് പൂള് മാത്രമേ നമുക്ക് പറ്റാത്തുള്ളൂ, അവിടെ പറ്റില്ല. ഷിൻചാനെ ഡോറേമോനെ അടിപൊളിയല്ലേ? അതെ, ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വീടാണ് ദിനേശൻ കാക്ക എനിക്ക് വെച്ച് തന്നാണ്. നിങ്ങളാദ്യം പുരല്ലായിരുന്നു, ഇപ്പം നല്ല പൈസക്കാരനായി. നിങ്ങൾക്ക് നല്ല ലക്കുണ്ട് ഡോറേമോനെ. എനിക്ക് നല്ല ലക്കുണ്ട് ഡോറേമോനെ. ഏതാണ്ട് ലക്ക്. നമുക്കൊരു വണ്ടിയും കൂടി ഇരിക്കട്ടെ. ഒരു 10,000 രൂപ ബാക്കിയുണ്ട്. ഓക്കെ കാശ്, നമുക്ക് നല്ലൊരു വണ്ടി കിട്ടിങ്ങനെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോക്കും ബൈ ബൈ.